500 പേരെ ഇതെങ്ങനെ ചുരുക്കി വിളിച്ചാലും 600 കഴിയും. എങ്ങനെ അവസാനിക്കോ? അച്ഛാ, മന്മഥേട്ടൻ പറഞ്ഞേ കാറ് ബുക്ക് ചെയ്യാൻ പോകുമ്പോ ഏട്ടനെ കൂടെ വിളിക്കണമെന്ന്. കാറ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത്രയും നട്ടലില്ലാത്തൊരു തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇരുന്ന് ചിണങ്ങാതെ അകത്തോട്ട് പടി. എന്താന്നേ തുടങ്ങിയില്ല രണ്ടും കൂടി വാർത്താനം പറയിപ്പിക്കാന്നുണ്ട്. എന്താ ശീതളായിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? അവൾക്ക് കാറുണ്ടാക്കി കൊടുക്കണോന്ന്. കാറ് എന്റെ ദൈവമേ, കല്യാണം ആലോചിച്ചപ്പോ തുടങ്ങിയതാ പ്രാക്കും നേർച്ചേ. എങ്ങനെ പ്രാകാതിരിക്കൂടി? ഒരു നേരെ ചൊവ്വുള്ള ഒരു ബന്ധം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു കുറച്ച് സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ. അതിന് മുമ്പേ പോയി കൊളത്തില്ലേ? എന്നാ എന്തായാലും പോയി കേറി ഇത്തിരി വകതിരിവുള്ള ഏതെങ്കിലും ഒരുത്തനെ. എങ്ങനെ തോന്നി എന്റെ പൊന്നു മോളെ നിനക്ക് ഈ കോന്തന്റെ പിന്നാലെ നടക്കാനായിട്ട്? അതെ, നിങ്ങളുടെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞ് കണ്ണി കണ്ട ചെറുക്കന്മാരെ കുറ്റം പറഞ്ഞാ പോരാ, എച്ചി കണക്കും പറഞ്ഞോണ്ടിരിക്കുക അവിടെ. ആടി, ഞാൻ എച്ചി കണക്ക് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം. ഒരു കാറ് ചോദിച്ചതിനാണോ നിങ്ങൾ കിടന്ന് കേൾപ്പിക്കുന്നത് മുഴുവൻ? ഒരു കാറ് ചോദിച്ചതിനായിരുന്നോ? ഉറച്ചിവിടുന്ന കാറല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ സ്ഥലവും പറമ്പും എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം? ഒരു മോളല്ലേ ഉള്ളൂ, അവൾ അന്തസ്സായിട്ട് അങ്ങ് കെട്ടിച്ചു വിട്ടാൽ എന്താ നിങ്ങക്ക് കുഴപ്പം? അയ്യടാ, ഇപ്പൊ ഈ ഒരു മോൾക്ക് വേണ്ടിട്ട് ഞാൻ സമ്പാദിച്ചു മുഴുവൻ അങ്ങോട്ട് വിറ്റ് പെറുക്കി കൊടുത്തിട്ട് ഞാൻ വല്ല ആത്മഹത്യം ചെയ്തോട്ടെ? പിന്നെ മക്കളെ കെട്ടിച്ചു വിടുന്നത് എല്ലാരും ആത്മഹത്യയാണല്ലോ. നിങ്ങളെ പോലെയല്ലേ അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ നായർ 3 പെമ്മക്കളെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. എങ്ങനെയാ ഇന്ന് ഇവിടെ കൂടി കെട്ടിച്ചു വിടാൻ പറയടി. അവിടെ തന്ന ഗോപാലൻ നായരല്ല. അല്ല, നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നല്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇറങ്ങിക്കോളും കുറെ മുട്ടായിരിക്കാനായിട്ട്. 2 എണ്ണം കിടന്ന് മോങ്ങാതെ എനിക്ക് പൊയ്ക്കെന്റെ മുന്നിൽ നിന്നിട്ടാ. എടി, ഈ ബന്ധമായിട്ട് ഇവൻ വന്നപ്പോ ആദ്യം ഇവര് പറഞ്ഞെന്താ? ഇവര് വീട്ടുകാര് പറഞ്ഞെന്താ? ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കൈ നിറച്ച് സ്ത്രീധനം വേണോന്ന്. ശരി, അതും ആവട്ടെ. അതും കഴിഞ്ഞപ്പോ പറയണ അങ്ങനെ ഇങ്ങനെയൊന്നും കല്യാണം നടത്തരുതേ, ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കരുതേ. ഇപ്പൊ അതിന്റെ കണക്കും കൂട്ടിയിരിക്കാ ഞാൻ. ഇനിയിപ്പോ കാറുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ. എനിക്ക് ഇപ്പോഴാ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലായത്. നിങ്ങൾ ഈ പെങ്കൊച്ചിനെ ദാനത്തിന് കെട്ടിച്ചു വിടാൻ വേണ്ടി ഇരിക്കായിരുന്നല്ലേ? അങ്ങനെ വല്ല ധർമ്മ കല്യാണം നടത്താൻ ഉദ്ദേശിക്കും. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചോ. തള്ളനെ കൂടി വിളിച്ചോണ്ടായി. എന്നിട്ട് ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ഒറ്റക്ക് കിടന്ന് സുഖിക്കാൻ. ശീതളേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പുറത്ത് ഗോപാലൻ നായർ നടത്തിയതിന്റെ ഇരട്ടി ഭംഗിയായിട്ട് നമ്മുടെ മോളുടെ കല്യാണം നടത്തണം. കല്യാണം ഒന്നേ ഉള്ളൂ. അങ്ങനെ വരട്ടെ, നിനക്ക് നാട്ടുകാരെ കല്യാണം കാണിക്കണം. അതെ എടി, അയാള് ഗൾഫുകാരനാ. അയാള് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണം അയാളുടെ കയ്യിലുണ്ട്. ഞാനോ? നിങ്ങളെ ഞാനിവിടെ കെട്ടിയിട്ടേക്കായിരുന്നു ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എന്നെ ഗൾഫിൽ വിട്ട് നീ ഇവിടെ കിടന്ന് സൂഹിക്കണ്ട. സൂഹിക്കണ്ടെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണം എങ്ങനെയാണെങ്കിലും ആർഭാടായിട്ട് നടത്തണം. അതിനെന്താ വഴിന്ന് വെച്ചാൽ കണ്ടോ, നീ വന്നിരി അവിടെ ഇരുന്നാ ഈ എന്റെ ദൈവമേ, 2-3 പെമ്മക്കളുള്ള തന്താരി എങ്ങനെ ജീവിച്ചിരിക്കണമെന്നാ ഞാൻ ആലോചിക്കണം. അതെ അതെ അതെ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കേ. നിങ്ങൾ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി, വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തി തരും. ഞാനല്ലേ വെഡിങ് പ്ലാനർ. പിന്നെന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതാണ് ഞാൻ പറഞ്ഞ സീതൾ. ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഉണ്ട്. ഒന്ന് സാറ് വേണ്ട രീതിയിൽ ഒന്ന് ചെയ്തു. പിന്നെന്താ, ഇരിക്കേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോ പറയും സാറേ, ആരുടെയാണ് കല്യാണം? കല്യാണം എന്റെ മോളുടെ തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ രാഘവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര വലിയൊരു ബഡ്ജറ്റിലല്ല വന്നിട്ടുള്ളത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ വെഡിങ് പ്ലാനറാണ്. നമ്മുടെ ബഡ്ജറ്റ് എന്താ വെച്ചാൽ ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഈ കല്യാണം നടത്താം. അതേ വേണ്ടു അല്ലേ? അതാ വേണ്ടു. എങ്ങനെയുണ്ട് ചെക്കന്റെ വീട്ടുകാര്? ചെക്കന്റെ വീട്ടുകാരുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടൊന്നും നമുക്ക് എന്തായാലും സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതൊക്കെ അത്രയും വലിയൊരു ഹൈ ലെവലിലുള്ള രീതിയൊക്കെയാണ്. അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പരിമിതിക്ക് അനുസരിച്ചുള്ളൊരു കല്യാണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടന് എത്ര കുട്ടികളാണ്? എനിക്കൊരു മോളാണ്. ഒരു മോളേ ഉള്ളൂ? മതിയല്ലോ. അയ്യോ, എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ പിശുക്കാൻ നിൽക്കണത്? പിശുക്കല്ല അത്, നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാൻ. നിങ്ങളേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്? അത് നിങ്ങൾ എന്നോട് പറയാ. അപ്പൊ ഞാനൊരു പ്ലാനിങ് അങ്ങോട്ട് വെക്കും. എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് മോളുടെ കല്യാണം നടത്താം. കല്യാണം നടത്താൻ നമുക്ക് ഓഡിറ്റോറിയം വേണോ, ഷോപ്പിംഗ് മാള് വേണോ, ദ്വീപ് വേണോ, കടലിൽ വെച്ച് ഞാൻ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മസ്റ്റാണ്, വീഡിയോഗ്രാഫി മസ്റ്റാണ്. ഇതൊന്നും ഒഴിച്ചുകൂടാനാവില്ല. ഇനി ഇതിനും പുറമെ
അതിഥികൾ വരുമ്പോ അവരെ സ്വീകരിക്കാൻ നമുക്ക് നല്ല പെൺകുട്ടികളെ നിർത്തണം. അതിഥികളെ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ കുടുംബക്കാരും ബന്ധുക്കളും ഉണ്ടല്ലോ, പിന്നെന്താ. ഈ കരിഞ്ഞുണങ്ങിയിട്ട് അന്നം കിട്ടാതെ കിടക്കണ ബന്ധുക്കളൊക്കെ പാടെ നിരത്ത് നിർത്തി കഴിഞ്ഞാലേ കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ഭ്രാന്ത് വരും. കല്യാണം എന്ന് പറഞ്ഞാൽ കേട്ടാ അതിനൊരു പ്രൗഢിയുണ്ട്, അങ്ങനെയുള്ള പ്രൗഢിയോട് കൂടി നടത്തണം. എന്നിട്ട് ഈ ആൾക്കാരെ കൊണ്ട് തന്നെ പറയിക്കണം ശീതള സാറിന്റെ മോളുടെ കല്യാണം ഗംഭീരായി എന്ന്. വേണ്ടേ? ഇല്ലെങ്കിൽ ഇവരെന്നെ പറയും നാളെ എന്ത് കല്യാണം, ഏതോ അടിയന്തരത്തിന് പോയിട്ട് ചോറിണ്ട് പോകുന്ന പോലെ ആയുള്ളൂ എന്ന്. അത് മോശമല്ലേ? ഇതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കല്യാണം നടത്തണം വെച്ചാൽ ഏകദേശം എത്ര വരും? അത് ഇപ്പൊ ഇത് എല്ലാം കൂടെ വരുവാണെങ്കിൽ ഏകദേശം ഒരു 850 റുപ്യ ആവുകയെ. 90,000. 90,000 അല്ല, 9 ലക്ഷം. ഞാൻ എന്നാല് കുടുംബക്കാരായിട്ടൊന്ന് ആലോചിച്ചിട്ടേ. പിന്നെ ഏട്ടാ, നിങ്ങളുടെ മോളുടെ കല്യാണത്തിന്റെ കാര്യമാണിത്. ചെക്കന്റെ വീട്ടുകാർ നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണെന്നല്ലേ പറഞ്ഞത് നിങ്ങള്? അവരെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ കൊച്ചിനെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അവരോട് കടപിടിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടി ഈ വീട്ടിൽ ചെല്ലുമ്പോ അവരെ വീട്ടുകാരിട്ട് കുത്തും, കുട്ടിയെ കൊണ്ട് പാത്രം കഴിയിക്കും, വീട് അടുപ്പിക്കും, പിന്നെ അടുത്ത വീട്ടിലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ എന്തൊക്കെ പണിയുണ്ടോ ആ വീട്ടിൽ അത് മുഴുവൻ അവളെ കൊണ്ട് ചെയ്യിക്കും, ഇട്ട് ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. ആ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കടുകൈ ചെയ്തെന്ന് വരും, ചിലപ്പോൾ കെട്ടി തൂങ്ങി ചാവുക, അല്ലെങ്കിൽ വണ്ടിക്ക് തലവയ്ക്ക് എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇത് എന്തെങ്കിലും ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ അത് നമുക്ക് നോക്കാം, അത് നോക്കാം. ഇതിപ്പോ ഈ പറഞ്ഞതിൽ എല്ലാതൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഈ മറ്റേ ഉടുപ്പിട്ട കുട്ടികളും പെൺകുട്ടികളും അതൊന്നും വേണ്ട. വേണ്ട, സാധാരണ പുറത്തുനിന്ന് ഇറക്കുക ചെയ്യാം, ഹോളിവുഡിൽ നിന്ന്. അത് വേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിളിക്കാം, നല്ല കുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഞാൻ പറയാം, എന്റെ കയ്യിലുള്ളതുകൊണ്ടുള്ള കല്യാണം ഞാൻ ഒരു 1000-600 പേർക്ക് ഭക്ഷണം പിന്നെ നിങ്ങൾ അങ്ങനെ പറയണത്? അതാ ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ലക്ഷങ്ങളുടെ കണക്കൊന്നും എനിക്ക് അതൊന്നും വലിയ. ഞാനിപ്പോ ലാസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോയിന്റ് ആണത്. ഞാൻ ഇന്നലെ വിളിച്ച് പറയും കേട്ടോളെ, കാരണം ഡേറ്റ് വേറെ ആളുകൾ ബുക്ക് ചെയ്യണ്ടേ. ഓ ആയിക്കോട്ടെ, ശരി. അയ്യോ ആകെ കൊലച്ച്. ചേട്ടാ എന്താ നിങ്ങൾ കാട്ടണേ? നിങ്ങളുടെ ആരാവാൻ പോണ കുട്ടിയായത്? ഞാൻ ഭാര്യയാക്കാൻ പോണ അല്ലേ? മഴ ആകെ പെയ്ത് നിങ്ങൾ മാറി നിൽക്കും, ഞാൻ കാണിച്ചു തരുന്നില്ല. അതുപോലെ ചെയ്യും നിങ്ങൾ വേഗം. അതെ, കരിമീൻ കുരുവി എന്നുള്ള പാട്ടാണ് നമ്മൾ ഇവിടെ ഇടാൻ പോണത് കേട്ടോളേ. അപ്പൊ അതിന്റെ ആ ഒരു ഫീലിരിക്കണം. ചെയ്യുന്ന നോക്ക്. ഞാൻ ചെയ്തോളാം, എനിക്കറിയാം. അങ്ങനെ നോക്കി ചെയ്യേ, ഇല്ലാണ്ട് എന്താ നിങ്ങൾ കാട്ടണത്? എനിക്ക് അതെ, ഈ വയറക്കുള്ളിലേക്ക് തള്ളി പിടിക്കാൻ വിഷ്വല് കണ്ട ഭയങ്കര ബോറുണ്ട്. ആക്ഷൻ. മതി മതി മതി. ഓക്കെ, കട്ട് കട്ട് കട്ട്. റെഡി, എടുക്കാം. ആക്ഷൻ. എന്താണ് എന്താണ് കുന്തം. നിങ്ങൾ നടന്നു വരും, രണ്ടുപേരും കൂടെ ചേർത്ത് പിടിച്ചിട്ടേ. ചേട്ടാ നനഞ്ഞ എനിക്ക് പനി വരും, കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവന്റെ മോത്ത കുറ്റി നോക്കണ കുറുക്ക വേണ്ട. നിങ്ങൾ നടന്നു വരേട്ടാ. എന്താ എങ്ങനെ നടക്കണം? ആ കായലോട് ചേർന്ന് ഇങ്ങോട്ട് വരേ. താഴെ പോവോ? താഴെ പോണം, പോട്ട്. പേടിയാവണം. നോക്ക്, എന്നെ നടത്താൻ നോക്കൂ. എന്താ മോന്തേണ കടുതൽ കുത്തിയ മാതിരിയാണ്. ഇതിപ്പോ എന്റെ പേര് പോണ പോലെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ തലക്കകത്ത് എന്താണ് ഏട്ടാ? അയ്യോ, നിങ്ങളുടെ ഭാര്യ ആവുമ്പോഴ കുട്ടിയല്ലേ? അപ്പൊ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ചിരിച്ചിട്ടൊക്കെ നടന്നു വരണ്ടേ? ഇരുട്ടി തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ എടുത്താ ഒന്നും പതിയില്ല. നമുക്ക് നാളെ വെളുപ്പിന് 5 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാളെ എന്തൊക്കെ എടുക്കണേ? നാളെ ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലേ ഒന്നും പറ്റുന്നില്ല. അതാണ് മിസ്റ്റർ മന്മഥൻ, നിങ്ങളുടെ സെലക്ഷൻ ഓക്കെ. താങ്ക് യു ഏട്ടാ. പക്ഷെ മോളുടെ കാര്യം കെട്ടപ്പോക. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, വള്ളത്തിൽ പോകുന്നതിന്റെ സാധനം
അവനെ വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല, അതല്ലേ. നീ അവന്റെ മുഖം നോക്കിയില്ലേ? ചിരിക്കാൻ പറഞ്ഞപ്പോ ഒന്നും വരുന്നില്ല. നമുക്ക് ആ പെൺകുട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ആ പെൺകുട്ടിനെ മാത്രമേ ക്ലോസ് ഒക്കെ വെച്ച് അതാ നല്ലത്. അതാ എടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തൂടെ? ഇല്ല, ഇനി ഇപ്പൊ എടുക്കാൻ പറ്റില്ല. രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാല് രാവിലെ വേറൊരു കാര്യമുണ്ട്. ഒന്നാമത് നിങ്ങൾ കാണിക്കുന്ന ഇമോഷൻസ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല. പിന്നെ വെളിച്ചം കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ എന്നല്ലേ പറയാ? ഇതില് മീൻ പിടിക്കുന്ന ഒരു ഇത് എടുത്താലോ ഏട്ടാ? ഏതില്? ഇതില് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇത് വലക്കണത് കാരണം നിങ്ങൾക്ക് നടന്നു വരാൻ വയ്യ. നിങ്ങളാണ് മീൻ പിടിക്കുന്നത്. വള്ളം തുഴയണതൊക്കെ എടുക്കായിരുന്നു. അതൊക്കെ എടുക്കാം, അത് നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാല് അല്ല കുഴപ്പമില്ല, നിങ്ങളുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ആ കുട്ടിയുടെ എടുക്കാം, അതാ നല്ലത്. എന്നെ വരില്ലേ? അല്ല ഫ്രെയിം നന്നാവണ്ടേ? ഫ്രെയിം കൂടി നന്നാവണല്ലോ കേട്ടോളെ. അപ്പൊ ശരി, എന്റെ ഡൂപ്പ് ഇടാൻ പറ്റുമോ? ഡൂപ്പൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോളെ. സമയം എത്രയും നോക്കിയോ? 12 മണിക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ 1:30 മണിക്ക് അവരിറങ്ങി. ഇനി അവരിവിടെ വന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് ടൗൺ ഹാളിൽ എത്തുമ്പോഴേക്ക് സമയം എത്രയാവും? സമയം എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് തെറ്റിച്ചേക്കല്ല. അതെങ്ങനെ തെറ്റിക്കുക? ലക്ഷക്കണക്കിന് ഉറുപ്പിക ഞാൻ മുടക്കിന്ന്. ഈ പഞ്ചായത്തിൽ തന്നെ ഈ കല്യാണം കണ്ട ജനങ്ങൾ ഇങ്ങനെ എന്നും സംസാരിച്ചോണ്ടിരിക്കണം, ഞെട്ടണം, വെറൈറ്റി ആയിരിക്കണം കല്യാണം. അതെ. പിന്നെ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് പെണ്ണിനും ചെക്കനും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം. അത് വെറൈറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലപ്പുറത്ത് ഇവന്റ് നടത്തി. അവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റേജിൽ ചെക്കനും പെണ്ണിരിക്കുന്ന സമയത്ത് ചെക്കന്റെ സുഹൃത്തുക്കളുടെ അടുത്തിൽ കോഴിമുട്ട കൈ കൊടുക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുക, ഓരോരുത്തരും ഓരോന്ന് തലയിൽ വെച്ച് അടിക്കുക കോഴിമുട്ട. വളരെ നല്ല വെറൈറ്റി. അത് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കും. അത് ശരി, ഒരു വെറൈറ്റി ഇല്ല. അതല്ല സാധാരണ ഔട്ട് ഓഫ് ഫാഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മുട്ടക്ക് പകരം തേങ്ങ ചെക്കന്റെ തലക്കടിച്ചു പൊട്ടിക്കാം. എന്ത് തേങ്ങയാണ് ചെക്കന്റെ തല പൊട്ടിയ നീ സമാനം പറയും? അതൊന്നും പറ്റില്ല. വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറൊരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ചെക്കന്റെ പെണ്ണിന്റെ മീറ്ററത്തേക്ക് മൊത്ത കരിയോര് തവാ. ഞാൻ എന്റെ ആയിരങ്ങൾ വില പിടിക്കുന്ന ഡ്രസ്സാണ് ചെക്കട്ടേക്കണ, അത് നാശാവില്ലേ? എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? നിങ്ങൾ ആരും തല പുകയണ്ട. ഇതുവരെ ആരും കാണാത്തൊരു വെറൈറ്റി വേണമെന്നല്ലേ ഉള്ളൂ. അതെന്താ വേണ്ടെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഇവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി. ഇവിടുന്ന് ഈ വണ്ടിയിലല്ല, വേറെ പരിപാടി. എന്തിനാ ഞങ്ങൾ ഇവിടെ ഇറക്കിയ? എടാ, ഇനി നമ്മൾ പോണത് ഈ കാറിലൊന്നല്ല. ഇനി പെണ്ണും ചെക്കനും പോകുന്നത് ബെൻസിലാണ്. സത്യം സമ്മതിച്ചു. അമ്മാവനെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എവിടെ അപ്പന്റെ അടുത്തൊരു കാറ് വെച്ചിട്ട് തന്നില്ല. നമ്മളിനി പോണത് ബെൻസിലാണടി. ഇതാരാ അറേഞ്ച് ചെയ്തേക്കണേ? ഇതിലാണോ? സമ്മതിച്ചിട്ടാ നിങ്ങൾ ഈവന്റ് കലക്ക്. ഞാൻ ഒരുപാട് വർക്ക് വരുന്നു. നമ്മൾ എത്രയോ ചെയ്തതാണല്ലേ. ഇത് കേറിയിരിക്കണ പറഞ്ഞ പോലെ ബെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ കേറിയിരിക്കണ റേറ്റില്ലേ? റെഡി, ബാൻഡ് സ്റ്റാർട്ട്.
നാളത്തേക്ക് ഒരു പണി വന്നിട്ടുണ്ട്. എന്താ സാർ? നാളെ ഒരു മന്ത്രി വരുന്നുണ്ട്. നമ്മുടെ ബൈപ്പാസില് ഏതൊരു ആശുപത്രിയുടെ തറക്കല്ലിടലിട്ടാണ്. അപ്പൊ 10 പോലീസുകാരെ വിട്ടുകൊടുക്കണം എന്നാണ് പ്രൊട്ടസ്റ്റ്. 10 പേര് ഇവിടെ ഉണ്ടാവില്ല സാർ. ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട് ഡ്യൂട്ടിയിൽ? ഇവിടെ ഞാൻ കൂടാതെ സുദേവനും രമേശും അല്ലേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. അപ്പൊ നാളെ 11 മണിയാകുമ്പോ നിങ്ങൾ 3 ആളോണ്ട് പോയിക്കോളി. ശരി സാർ. അപ്പൊ ഇവിടെ ഇപ്പൊ ആരുണ്ടാവൂടോ? സാറ് നേരത്തെ വന്നില്ലെങ്കിൽ ഇത് പൂട്ടിയിടേണ്ടി വരും. പോലീസ് സ്റ്റേഷൻ അത് വേണ്ട, ഞാൻ നേരത്തെ വന്നോളാം. ശരി സാർ. കേട്ടോ. ഇപ്പൊ ആരാന്നാ പോഞ്ഞു? ഹലോ, പോലീസ് സ്റ്റേഷൻ. SI മൊയ്തു വേണം. ആരാണ്? എന്താ കാര്യം പറയ്. ബ്ലോക്കോ? കല്യാണോ? കല്യാണം വരുന്നതിന് പേരിൽ റോഡ് ബ്ലോക്കായി. എവിടെയത്? 1 മണിക്കൂറായിക്കോട്ടെ. വരുന്നെങ്കിലും ഞാൻ ആളെ വിടാം. ആരോട് ചോദിച്ചിട്ടാണ് റോട്ടിൽ കിടന്ന് തോന്നിയ ആളുകൾക്ക് വഴി നടക്കുന്ന റോട്ടിലാണ് എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്താ എന്താ നിങ്ങളുടെ ചക്കന്റെ അമ്മാവിനെ സാറേ അവരെ കൊണ്ടുവന്നിട്ടാ. അവരെ ഒരു വരണം വരണമൊക്കെ ഇങ്ങനെ നീങ്ങ ആദ്യമായിട്ടായിരിക്കും വരനും വധുവും കല്യാണം കഴിഞ്ഞിട്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലേ? ആ കണ്ണട കൊള്ളോ. ഇവിടെ വെയിലുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വരാൻ. വെച്ച ആളുണ്ടല്ല, കണ്ണട വെച്ച ആള് റോട്ടില് പടക്കം വെച്ച് പൊട്ടിക്കായിരുന്നു. പടക്കം പൊട്ടിക്കും? ഗുണ്ട് വെച്ച് പൊട്ടിക്കായിരുന്നു റോട്ടില്. ആരാ മറ്റേ? അമ്മാമൻ. ഓ, അമ്മാവനാണ് നടു റോട്ടിൽ വെച്ച് ഗുണ്ട് പൊട്ടിക്കും. ഇന്നെന്താ വിഷു അങ്ങക്ക്? ഞാൻ ഗുണ്ട് പൊട്ടിച്ചല്ല, ഈ പൂത്തിരിയില്ലേ, പൂത്തിരി കത്തിച്ച്. അത് പകല് നല്ല രസം ഉണ്ടാവുമല്ലോ കാണാൻ അല്ലേ? നിങ്ങളാരാ അവരെ? നിങ്ങളാരാ? ഞാനാണ് ഈ കല്യാണം നടത്തി കൊടുത്താള് സാറേ. കുട്ടീന്റെ അച്ഛനാണോ? കുട്ടിയുടെ അച്ഛനല്ല, ഇവരെ കല്യാണം നടത്തിയത് ഞാനാണ്. ഞാൻ ഈ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന ആളാണ്. സാറേ ഈ മര്യാദ ഒന്നും ഇവനുണ്ടായില്ല. കുടിച്ച് കൂത്താടായിരുന്നു റോട്ടില്. എന്താ പറയട്, കുടിച്ചിട്ടൊന്നുമില്ല സാറേ ഞാന്. അല്ല, ഇപ്പൊ ഈ ഇവന്റ് മാനേജ്മെന്റുകാരാണല്ലോ കമ്പനിയിൽ കല്യാണമൊക്കെ നടത്തി കൊടുക്കണേ. ഇവർക്ക് വേണ്ട ഈ പടക്കവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ വയ്ക്കും. അല്ല സാറേ, അത് ഞാനല്ല. ഞാൻ പടക്കം പൊട്ടിക്കാൻ നിൽക്കുമ്പോഴേ ഈ സാറിന്റെ അടുത്ത് പറഞ്ഞതാണ്, നട റൂട്ടിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഇനി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇൻസ്പെക്ടർ അടുത്ത് ചോദിച്ചിട്ട് പെർമിഷൻ കിട്ടണമെങ്കിൽ മാത്രം മതി. ചോദിച്ചാൽ സാറ് സമ്മതിക്കും, തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, എന്ത് ഇൻസ്പെക്ടർ പോട്ടെ, നിങ്ങൾ ആദ്യം പൊട്ടിക്കുകയും പറഞ്ഞു. അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു. ഇവർക്ക് ഇത്രയും പരിചയം ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം കൂട്ടി പറയായിരുന്നു സ്റ്റേഷനിൽ അതിന്റെ അനുമതി മേടിക്കണമെന്ന്. എന്നാ ഞാൻ സാറിനെ വന്ന് കണ്ട് ആരും അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ തന്നെ. എന്ത് എന്താ ഉദ്ദേശിച്ചത്? അല്ലെ കാര്യം നടക്കാൻ എല്ലാവരും ഇങ്ങനെ തരുമല്ലോ. അങ്ങനെ മേടിക്കുന്ന ആളല്ല SI മൊയ്തു. സോറി സാർ, ഇല്ല. ഓരോ തോന്നിയാസങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇവിടെ വന്ന് ന്യായീകരിക്കാൻ നിൽക്കണ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഇയാളാണ്. ഒരു അമ്മാവനാണെങ്കിൽ അല്ലെ? അതെ. പ്രായത്തിൽ ഇവരെ കണക്ക് മൂത്തൊരാളാ. മാനമര്യാദയ്ക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നിങ്ങളാണ് ഈ കുട്ടികളി കളിക്കുന്നത്. അല്ല, ഈ കാലം മാറുമ്പോ നമ്മൾ കാലം മാറുമ്പോ നിങ്ങൾ തുള്ളണ്ട, ചെറുപ്പക്കാർ തുള്ളിക്കോളും.
ഇവനാരാ? ഇവനാണ് സാറേ കല്യാണം ചെക്കൻ. ഇവനാണ് ഇവിടെ കല്യാണം കഴിച്ചത്. അതല്ലടോ, ആ പുറകിൽ നിൽക്കുന്ന ചങ്ങായി ഏതാണ്? അവനാ സാറേ, അവനൊരു വണ്ടിയിൽ ഫുള്ള് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഫുള്ളണവർക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാണ്. ഓ, മൊബൈൽ സർവീസ്. ഇല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടാ. ഞാൻ ഈ കല്യാണം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ഒരു ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തു. കല്യാണം കൊഴിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുത്തോ? ഇല്ല സാറേ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്ത ബുദ്ധി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത നല്ല ആർക്ക് പറഞ്ഞു കൊടുത്ത്? അമ്മാവന്, സൂതമ്മാവന്. എല്ലാത്തിന്റെ സൂത്രധാരൻ അമ്മാവനാണ് അല്ലേ? എന്നിട്ട് തലം കാത്തി നിൽക്കണം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ പവിത്രമായ ഒരു കാര്യം.